ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് മെയ് 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് അത് ഗോപി തോട്ടക്കുര. ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഓണ്ടർപ്രണർ ആയിട്ടുള്ള അതിലുപരി പൈലറ്റ് ആയിരുന്ന ഗോപി തോട്ടക്കുറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ്. 2024 മെയ് 19 ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ്. അദ്ദേഹം ആ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ്. അതുപോലെ തന്നെ ദ സെക്കൻഡ് പേഴ്സൺ ആണ്, രണ്ടാമത്തെ വ്യക്തിയാണ്, ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു മിഷനിൽ. ആദ്യത്തേത് 1984 ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയായിരുന്നു ദ ഫസ്റ്റ് പേഴ്സൺ സ്പേസിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തി. ഇപ്പോൾ രണ്ടാമത്തെ വ്യക്തി ആമസോണിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ NS-25 മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മിഷനിലാണ് ഗോപി തോട്ടക്കുര ദ ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ് ആയിട്ടുള്ളത്. ജെഫ് ബെസോസിന്റെ ന്യൂ ഷെപ്പേർഡ് 25 എന്ന മിഷന്റെ 7ാമത്തെ മിഷൻ ആയിരുന്നു 2024 മെയ് 19. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെയധികം സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്നും സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഏത് ടീമിനെതിരെയാണ് നേടിയത്? ഷെൻബോ യാങ്, ലിയു ഇ. അപ്പൊ ചൈനയുടെ ഷെൻബോ യാങ്, ലിയു ഇ എന്നിവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2024 തായ്ലൻഡ് ഓപ്പൺ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ ബാഡ്മിന്റണിലെ ഡബിൾസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് സാത്വിക് സായ്രാജ് റാങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ഈ വർഷത്തെ രണ്ടാമത്തെ ഒരു കിരീടമാണ് ലഭിച്ചിട്ടുള്ളത്. ബാങ്കോക്കിലെ നിമിബുത്തർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഈ മത്സരത്തിലാണ് ചൈനയിലെ ചെൻബോ യാങ്ങിനെ ലിയു ഇനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാത്വിക് സായ്രാജ് റാങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും തായ്ലൻഡ് ഓപ്പൺ 2024 ബാഡ്മിന്റൺ മെൻസ് ഡബിൾസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. എല്ലാ ഹിമാലയങ്ങളും നഷ്ടപ്പെട്ട ആദ്യത്തെ രാജ്യം ഏത്? വെനിസുല. ഇന്ന് ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ സ്ഥലങ്ങളിലും മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, വെനിസുല എന്ന രാജ്യത്തുണ്ടായിരുന്ന 6 ഹിമപർവ്വതങ്ങൾ, ഗ്ലേസിയസ്, ഇതിൽ 5 2011 ആയപ്പോഴേക്കും നഷ്ടപ്പെട്ടു. അതായത് സാധാരണ ഒരു കുന്നായിട്ട് മാറി. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുമ്പോൾ അവിടുത്തെ 6ാമത്തെ ഹിമപർവ്വതമായിട്ടുള്ള ഹംബോൾട്ട് ഗ്ലേസിയർ ഇതും ഉരുകി ഇല്ലാതായി. അതായത് വെനിസുലയിലെ 6 ഹിമപർവ്വതങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സാധാരണ മൗണ്ടൻ എന്ന ലെവലിലേക്ക് മാറി. ഈ ഒരു മോഡേൺ ഹിസ്റ്ററിയിലെ ഒരു വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. ഒരു രാജ്യത്തെ 6 ഹിമപർവ്വതങ്ങളും ഇല്ലാതെ ഒരു സാധാരണ മൗണ്ടൻ ആയി മാറിയിട്ടുള്ളത് ഇത് വെനിസുല എന്ന രാജ്യത്താണ്. വെനിസുല എന്ന രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തെക്കേ അമേരിക്കയിലെ വടക്കൻ തീരത്തുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ തലസ്ഥാനമാണ് കരാക്കസ്. നാണയം വെനിസുലിൻ ബോളിവൻ. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്പാനിഷ്. കേവലം 2.83 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് തെക്കേ അമേരിക്കയിലെ വടക്കൻ തീരത്തുള്ള വെനിസുല. 7 വർഷത്തോടെ ആമസോൺ വെബ് സേവനങ്ങൾ ഇന്ത്യയുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ $12.7 ബില്യൺ നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2030, അതായത് 2030 ആമസോണിന്റെ വലിയൊരു നിക്ഷേപം ആണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഏകദേശം $12.7 ബില്യൺ, അതായത് 1,05,600 കോടി രൂപയുടെ നിക്ഷേപം ആണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഓരോ വർഷം ഇതിന്റെ ജോബ് ടൈം ഇക്വാലന്റ് എന്ന് പറയുമ്പോൾ 1,34,700 ഫുൾ ടൈം ജോബ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് 2030 ആമസോൺ വെബ് സർവീസ് ഇന്ത്യയിൽ കാലുകുത്തുകയാണ്. അസർബൈജാനിൽ നിന്നുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റിന്റെ പേര് ഇബ്രാഹിം റേസി. ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റേസി. ഇബ്രാഹിം റേസിയും ഫോറിൻ മിനിസ്റ്റർ ഹുസൈൻ അമർ അബ്ദുള്ള ഹിയാൻ എന്നിവർ അടങ്ങുന്ന ഒരു ടീം അസർബൈജാനിലെ ഒരു ഡാം ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചു വരുന്ന വഴിക്കാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ മിക്കവാറും എല്ലാം ന്യൂസിൽ കവർ ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്നും അത് കവർ ചെയ്തിരിക്കുകയാണ്. കാരണം ഇതുവരെയിട്ടും ഇറാനിയൻ പ്രസിഡന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്ററിനെ കുറിച്ചോ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇറാൻ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റേസി. ഇറാൻ എന്ന രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ ആണ് ടെഹ്റാൻ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് പേർഷ്യൻ. ഇന്നിപ്പോൾ ഇന്ത്യ ഇറാൻ നല്ലൊരു ബന്ധമാണുള്ളത്. അത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള ഒരു കരാർ ആണ്, അതായത് ചബഹാർ തുറമുഖത്തിന്റെ കരാർ. അടുത്തൊരു 10 വർഷത്തേക്ക്
ഇന്ത്യ ആയിരിക്കുള്ളൂ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു തുറമുഖം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയാണ് ചബഹാർ തുറമുഖത്തിന്റെ ഡെവലപ്മെന്റ്സും അവിടുത്തെ മെയിൻ്റനൻസ്. ഇപ്പോൾ വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇറാൻ ആയിട്ട് ഇന്ത്യ അടുത്തൊരു 10 ഇയേഴ്സിലേക്ക് ചബഹാർ തുറമുഖത്തിന്റെ ആ ഒരു എഗ്രിമെന്റ് പുതുക്കിയിട്ടുള്ളത്. എന്നാൽ ആഗോളതലത്തിൽ പറയുമ്പോൾ ഇറാനെ അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇറാൻ ഗാസ എന്ന രാജ്യവുമായിട്ടുള്ള അടുത്തൊരു ബന്ധം. അപ്പൊ ഇറാൻ ഗാസയെ വളരെയധികം സഹായിക്കുന്നു എന്നൊരു കാരണത്താൽ ഒരുപക്ഷെ ഇന്ത്യക്കും ചബഹാർ തുറമുഖത്തിന് വിലക്ക് വന്നേക്കാം. ഇന്നലെ മെയ് 19 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സാഗർ പരിക്രമ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഇതിന്റെ ഉത്തരം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇപ്പൊ സാഗർ പരിക്രമ എന്ന ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് 2022 മാർച്ചിലാണ്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സാഗർ പരിക്രമയുടെ 11ാമത്തെ ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഡീഷയിലെ ഭദ്രക്കിൽ. അപ്പൊ സാഗർ പരിക്രമ എന്ന ഈ പ്രോഗ്രാം ഇതിനെ ലീഡ് ചെയ്യുന്ന മിനിസ്റ്റർ ആണ് യൂണിയൻ മിനിസ്റ്റർ ശ്രീ പർഷോത്തം റൂപാല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഒപ്പം തന്നെ അവർക്ക് പുതിയ പുതിയ ടെക്നോളജി, ബാങ്കിങ് സർവീസ് എന്നിവയെല്ലാം സഹായം നൽകുക എന്നതാണ് സാഗർ പരിക്രമ എന്ന ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇത് ആരംഭിച്ചിട്ടുള്ളത് 2022 മാർച്ചിലാണ്. അപ്പൊ ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആരായി? ഗോപി തോട്ടക്കുറ. 2024 തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സാത്വിക് സായ്രാജ് റാങ്കുരട്ടിയും ചിരാഗ് ഷെട്ടിയും ഏത് ടീമിനെതിരെയാണ് നേടിയത്? ഷെൻ ബോങ് യാങ്, ലിയു ഇ. എല്ലാ ഹിമാലയങ്ങൾ നഷ്ടപ്പെട്ട ആദ്യത്തെ രാജ്യം ഏത്? വെനസുല. ഏതു വർഷത്തോടെ ആമസോൺ വെബ് സേവനങ്ങൾ ഇന്ത്യയുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ $12.7 ബില്യൺ നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു? 2030. അസർബൈജാനിൽ നിന്നുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റിന്റെ പേര്? ഇബ്രാഹിം റൈസി. ഇന്ന് മെയ് 20 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇഗ സ്വൈറ്റക് ഹു വൺ ദി ഇറ്റാലിയൻ ഓപ്പൺ ഫൈനൽ വുമൻസ് ഇൻ 2024 ഈസ് ഫ്രം വിച്ച് കൺട്രി? 2024 ഇറ്റാലിയൻ ഓപ്പൺ ഫൈനൽ വനിതാ കിരീടം നേടിയ ഇഗ സ്വൈറ്റക് ഏത് രാജ്യക്കാരിയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.